ഞാനിത് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ഐ വാസ് നോട്ട് ഷുവർ വെദർ ഇറ്റ് ക്യാൻ ബി ട്രൂ. എൻ്റെ ബിലീഫ് ആക്ച്വലി ഇസ് ഇറ്റ് പോസിബിൾ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഡീപ്പസ്റ്റ് ബിലീഫ് സിസ്റ്റമിൽ ഓൾറെഡി ഇങ്ങനൊരു ബിലീഫ് ഉണ്ടായിരുന്നു. എന്താ സംഭവം പറ കേക്കട്ടെ. സോ ആ ബിലീഫ് എന്താണെന്ന് വെച്ചാൽ ഫോർ എവറിബഡി അവരുടെ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഉണ്ടായിരിക്കണം ഇൻ ദ യൂണിവേഴ്സ്. അതന്നെ വേണ്ടത്. 14 yearsോളം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടുകിട്ടിയില്ല. അപ്പൊ ഞാനും വിചാരിച്ചു 14 years ആയി, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് പോസിബിൾ. അത് വെറുതെ ഞാൻ വിചാരിക്കുന്ന ഒരു ഇമാജിനറി. എന്നാലും മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. അപ്പൊ ഇത് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ പറയാല്ലേ? അതെനിക്ക് അറിയാത്ത. ഞാൻ മാനിഫെസ്റ്റേഷനെ കാണുന്നത് നമ്മൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഐ ബിലീവ് ദാറ്റ്സ് ആൻ ഈഗോ. നമ്മൾ ആഗ്രഹിക്കുന്നത് അതായത് നമ്മൾ അത്ര നമ്മളെ കാണണ്ടേ, ദാറ്റ് യു ആർ സോ ഗ്രേറ്റ് ദാറ്റ് യു ക്യാൻ മാനിഫെസ്റ്റ് ലൈഫ് എന്ന് ഈഗോയിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കിയാൽ മാനിഫെസ്റ്റേഷൻ ഇസ് നോട്ട് ദ തിങ് ദാറ്റ്. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എല്ലാരും വിളിച്ചു. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഹൗ ഐ സീ ദാറ്റ്. അതായത് പോളോ കോയലോന്റെ ബുക്കിൽ എഴുതുന്നു, ഇഫ് യു റിയലി വാണ്ട് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ടു അച്ചീവ് ഇറ്റ്. അല്ലേ? റെഡി ടു ഗിവ് ഇറ്റ്. ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ. എനിക്കിപ്പോൾ ആ ഒറിജിനൽ കോട്ട് കിട്ടാത്തത് എൻ്റെതായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദാറ്റ് കോട്ട് ഉണ്ട്. ഇഫ് യു റിയലി വാണ്ട് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് ഇസ് കൺസ്പയറിംഗ് ടു അച്ചീവ് ഇറ്റ് ത്രൂ യു, നോട്ട് ഫോർ യു. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അതായത് നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ, അതായത് നല്ലൊരു ഭക്ഷണം യൂണിവേഴ്സിന് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യാൻ നല്ല ലവിങ് ആയിട്ടുള്ള കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിലൂടെ അല്ലേ പറ്റുള്ളൂ. അതത്രേ പറ്റുള്ളൂ. അപ്പൊ ആ വ്യക്തി ഒരു ഇൻസ്ട്രുമെന്റ് അല്ലേ അവിടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. Who wants to eat that food? The universe enjoys that meal when it is prepared by love and eaten lovingly and enjoyably through one body. Correct. അപ്പോൾ ഐ എം സെയിങ് ദിസ് ഇസ് ദ എൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഞാൻ ലൈഫിനെ കാണുന്ന ലെൻസിൻ്റെ ഒരു ഇതാ പറയുന്നത്. ഇപ്പോൾ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്ന എൻ്റെ ബുക്കിൽ പറയുന്നത് ഇതാണ്, ദാറ്റ് വി ആർ ഓൾ ദാറ്റ് വൺ. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അപ്പൊ തുപ്പാമെന്നല്ലേ? തുപ്പാമെന്നതല്ല, എന്റെ തടി തപ്പാമെന്നതാ. പക്ഷെ ഞാനൊരു കാര്യം നമ്മളൊക്കെ ഒരു ബേസിക്, ഇപ്പം ലെന കുറച്ച് ഡെപ്ത് ആയിട്ടാണ് സംസാരിച്ചത്, ബട്ട് സ്റ്റിൽ നമ്മൾ ആസ് എ മനുഷ്യൻ ഇത്രയും ഡെപ്ത് ആയിട്ട് പോകത്തില്ല. നെവർ തിങ്സ് ദാറ്റ്. ഇപ്പം ഞാൻ തന്നെ ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ ഒറ്റയടിക്ക് ഒരു ആസ് എ നോർമൽ പേഴ്സൺ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. അപ്പം ശരിക്കും ത്രൂ യുവർ ഓട്ടോബയോഗ്രഫി അല്ലെ തന്നെ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് അതിലാണെങ്കിലും ചേഞ്ച് അലോട്ട്. ബിക്കോസ് അതിനകത്ത് തന്നെ എനിക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യമുണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ച് എങ്ങനെയാ വന്നത്? എൻ്റെ ഉള്ളിലൊരു ചേഞ്ച് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായതല്ല. അപ്പൊ 20 years ഓഫ് ഈ ഇൻഫർമേഷൻ, എനിക്ക് ഈ അറിവ് ആദ്യമായിട്ടുള്ളത് 24 years old ആയിരിക്കുമ്പോഴാണ്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ആരെ എന്ത് ചെയ്യണം, വാട്ട് ടു ഡു, നമുക്കൊന്നും അറിയില്ലല്ലോ. അതെ, ബട്ട് സംതിങ് സ്ട്രൈക്ഡ് യു. യെസ്. പക്ഷെ അത് ഏത് വഴി പോകണം അതൊക്കെ someone should there to guide you അല്ലേ? അത് ഗൈഡ് ചെയ്യാൻ വഴിയില്ലാതെ ഐ എം വർക്കിംഗ് വിതൗട്ട് എ ഗുരു, റൈറ്റ്? ഐ സ്റ്റംബിൾഡ് അപ്പോൺ ദി അണ്ടർസ്റ്റാൻഡിംഗ്. എനിക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയ അറിവാണ്. പക്ഷെ ഈ അറിവെന്ന് പറഞ്ഞാൽ ഓൾ എൻകംപാസിംഗ് അറിവാണ്. ദാറ്റ് യു റിയലൈസ് ദാറ്റ് ഓ ഞാൻ പറയുന്നേക്കാ, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് യുവർ ബാക്ക്ഗ്രൗണ്ട്. മീൻസ് ഒരു മെഡിറ്റേഷൻ, ഒരു ബുക്ക് റീഡിംഗ് പേഴ്സൺ, അങ്ങനെ ഒരു പേഴ്സൺ അല്ല ഞാൻ. പക്ക നോർമൽ ഫാമിലി പേഴ്സൺ, ഒരു വൈഫ്, വീട്ടിലെ എല്ലാം നോക്കുന്ന അങ്ങനത്തെ ഒരു പക്ക ഫാമിലി പേഴ്സൺ. ഇപ്പൊ ഇങ്ങനെ ലെന ഭയങ്കര ഡെപ്ത് ആയിട്ട് പോകുമ്പോൾ ആ ഒരു ഡെപ്തിലേക്ക് എത്താൻ മേ ബി കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. പക്ഷേ അത് ആഗ്രഹം മാത്രമാണ് വേണ്ടത്. നാരായണൻകുട്ടി, ഇവർക്ക് മുഴുത്ത വട്ട കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതിന് വിളിച്ചിറക്കിട്ട് പോടോ. എന്തിനാ കത്തി എടുക്കുന്നേ? ഇങ്ങനെ ആർത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ.